ആ നാടിനെന്താ ഇത്ര പ്രത്യേകത? ആ നാടിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരിക്കൽ ചെന്നാൽ പിന്നെയും പിന്നെയും നമ്മളവിടെ എത്തിക്കുന്ന എന്തോ ഒന്ന് ആ നാട്ടിലുണ്ട്. ഒരു യാത്രയോട് കഴിഞ്ഞില്ലേ? ഞങ്ങളപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും അടിപൊളി ബ്യൂട്ടിഫുൾ സ്ഥലമായ പാലക്കാട് നടക്കുന്ന ഒരു അടിപൊളി ചടങ്ങ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രഥോത്സവം. പാലക്കാടിന്റെ കൽപ്പാത്തിയിൽ നടക്കുന്ന ആ ചടങ്ങിന്റെ പരിപാടികളൊന്ന് കാണാൻ പോവാനായിട്ട് ഞങ്ങൾക്കും ഒരു മോഹം തോന്നി അല്ലേ? പ്രതീക്ഷിക്കാതെ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ കയറി വന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പൊ പെട്ടെന്ന് തോന്നിയപ്പോ നമുക്കൊന്ന് പോയി നോക്കാം എന്താ സംഭവം എന്നൊന്നും അറിയണല്ലോ. നമ്മള് കേരളത്തിലുണ്ടായിട്ട് നമ്മള് ഇന്ത്യ മുഴുവൻ കറങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ നമ്മുടെ തൊട്ട് അടുത്തുള്ള നമ്മുടെ തൃശ്ശൂരിന്റെ തൊട്ടടുത്തുള്ള പാലക്കാടില് ഇങ്ങനെ പരിപാടി നടക്കുമ്പോ ഇതുവരെയായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കില് അതെന്താണെന്നൊന്ന് കാണിച്ചു തരാനും കൂടിയിട്ടാണ് പോയത്. 1:30 ഞങ്ങള് പ്ലാൻ ചെയ്യണ 1:30 അങ്ങനെയാണ് നടക്കുള്ളൂ പ്ലാനുകൾ. അങ്ങനെയാണ് ട്രിപ്പിന്റെ പരിപാടികൾ നടക്കുള്ളൂ. നമ്മള് മുൻകൂട്ടി ചിലപ്പോ പ്ലാൻ ചെയ്താൽ ചിലപ്പോ നടന്നൊന്നും വരില്ല. ഞങ്ങളൊരു 1:30 പ്ലാൻ ചെയ്തു, മെസ്സേജ് അയച്ചു. ഒരു 2:30-3 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു പിടുത്തം പിടിച്ചു. നേരെ മണ്ണുത്തി കുതിരാങ്കേറി ആ റൂട്ട് പാലക്കാട് എത്തിപ്പിടിച്ചു. നമ്മള് ഏകദേശം 5:45 നമ്മള് അവിടെ എത്തി. നല്ല ട്രാഫിക് ആയതുകൊണ്ടാണ് നമ്മള് അത്ര അടുത്തെത്തിയത്, അല്ലാന്നൊന്നും എത്തത്തില്ല. കാറിലാണ് പെട്ടു. തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഒരു പരിചയം. അതെ, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ അവിടേക്ക് പോണത്. എങ്ങനെ എന്താണെന്ന് നമുക്കറിയില്ല. അഗ്രഹാര കോളനിയുടെ ഉള്ളിലാണ് പരിപാടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് അതൊക്കെ കാണാൻ പറ്റി. ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു രഥം അവിടുന്ന് വരുന്നുണ്ടായിരുന്നു. ശരിക്ക് അവിടുത്തെ പരിപാടികൾ എന്ന് പറയുന്നത് 3 ദിവസത്തെ പരിപാടിയാണ്. ഒരു രഥം ഇന്നലെ അമ്പലത്തിന്റെ മുന്നിലേക്ക് എത്തി. ഇന്ന് ബാക്കി 3 രഥങ്ങളും കൂടിയിട്ട് അവിടെ ഒരു സംഗമം ഉണ്ടാവും എന്നാണ് പറയണത്. ഇന്ന് അവിടെ ഭയങ്കര ക്രൗഡായിരിക്കും. ഇന്നലെ തന്നെ നല്ല ക്രൗഡായിരുന്നു. ഇന്നലെ പിന്നെ കുറച്ച് കുറഞ്ഞതെന്ന് വെച്ചെങ്കില് യാദൃശ്യമായിട്ട് അവിടെ മഴ സംഭവിച്ചു. മഴ പെയ്തപ്പോ ഒരു ചെറിയൊരു മങ്ങലേറ്റു. പക്ഷെ എന്നാലും പ്രകൃതി വല്ലാണ്ട് അങ്ങോട്ട് ഇതാക്കിയില്ല. ഒരു ശുദ്ധികലശം പോലെ കുറച്ച് മഴ പെയ്തിട്ട് പരിപാടി നടന്നു. നമുക്ക് 2-3 രഥങ്ങൾ നമുക്ക് കാണാൻ പറ്റി അവിടത്തെ. ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അവിടെ പോയി കാണണം നമ്മൾ ഈ പരിപാടി എന്നിട്ടാണുള്ളത്. കാരണം അതിനുള്ള സംഭവം ഉണ്ട് അവിടെ. നാട്ടിൽ നടക്കാൻ ആൾക്കാർ വരുന്നുണ്ട്. പാലക്കാട് കൂടുതൽ പട്ടന്മാര്, ബ്രാഹ്മിൻസ്, അവരൊക്കെയാണ് ചടങ്ങാണ്. അതിന്റെ ഉള്ളിലത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നമുക്ക് അറിയില്ല. അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം. അവിടെ കാണാൻ തന്നെ ഒരുപാട് സംഭവം. ആ രഥം തന്നെ, രഥത്തിന്റെ ഉള്ളില് കുറച്ച് കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. നല്ല പട്ടന്മാരായിട്ടുള്ള നല്ല കുട്ടികളൊക്കെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ഉള്ളില്. അതെന്തിന്റെയാന്ന് അറിയില്ല. അതിന്റെ ഐതിഹ്യം ചോദിച്ചപ്പോ അവിടുത്തെ ആളുകൾക്ക് തന്നെ അറിയുന്നില്ല എന്താ സംഭവം, അതിന്റെ ഉള്ളിൽ എന്താ കയറിയിരിക്കുന്നത്. നമ്മുടെ ഇവിടേക്കൊക്കെ കാവടി, നാദസ്വരം ഇതൊക്കെ അല്ലേ. അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച എന്താ പറയാ മേളം, നല്ല മേളം. മേളത്തിന് താളം പിടിക്കുന്ന അവിടുത്തെ കുറച്ചാട്ടന്മാരും ചേച്ചിമാരും നല്ല ശരിക്കും ആവേശമാണ്. ശരിക്കും ആവേശം അവിടെ ശരിക്കും അവർ കാണിക്കുന്നത്. അവസാന നേരത്തെ അവര് ശരിക്കും കുട്ടി ഇറങ്ങുന്ന നേരത്തുള്ള ഒരു ആവേശം. അവസാനത്തെ ആ കൂടിക്കാഴ്ച നമുക്ക് കാണാൻ പറ്റി. നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു അവിടെ. കറക്റ്റ്. ഇന്ന് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള രഥങ്ങളെ കാണാൻ വേണ്ടി പോയി. അതിലൊരു രഥം മാത്രം കണ്ടുള്ളൂ. രണ്ടാമത് കണ്ടത് അതെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഫിനിഷിംഗ് ആയിട്ടില്ല. അത് ശരിക്ക് ഒരു എനിക്ക് തോന്നുന്നത് മഴ പെയ്ത കാരണം കൊണ്ട് അതൊന്ന് ഇറക്കി വെച്ചെന്നാന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നുണ്ട്. മറ്റൊരു നിർത്തിയില്ല, മഴ പെയ്തപ്പോഴും നിർത്തില്ല. ഒരു അമ്പലത്തിന്റെ മുന്നിലേക്ക് ഒരു യാത്ര തുടർന്നു. അതിന്റെ സംഗമം നമ്മൾ കണ്ടു. മറ്റേത് അയച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതിന്റെ ശില്പം, രഥത്തുള്ള കൊത്തിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇല്ല മരത്തില്, അതൊക്കെ ഭയങ്കര രസമായിട്ടാണ്. പാടം കിട്ടുന്നത്. നല്ല ഹാർഡ് വർക്കിന് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിന്റെ പടം ഭരിക്കാനുള്ള പടത്തിന്റെ ഞാൻ വലിക്കാന്നല്ലേ കൂടില്ല. പിന്നെ പടം വലിക്കുമ്പോ അവിടെ ചെരുപ്പൊന്നും ഇടില്ല. പടം വലിക്കുന്നവര് ചെരുപ്പൊക്കെ ഊരിട്ടിട്ടൊക്കെയാണ് പടം വലിക്കുക. നല്ല ക്രൗഡാണ്. ചെറിയൊരു സ്പേസ് ആണ് ഈ അഗ്രഹാര കോളനി എന്ന് പറയുന്നത്. 2 സൈഡിലും നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പല സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ല ചെറിയൊരു സ്പേസ് ആണ്. ഈ സ്പേസിന്റെ ഇടയിൽ 2 സൈഡിലും വീടുകൾ, ചെറിയ ചെറിയ ഇങ്ങനെ വീടുകൾ, ഓടിട്ട് വീടുകളുണ്ട്, ടെറസിട്ട വീടുകളുണ്ട്. ഇതിന്റെ നടുവിൽ കൂടെ ഇത്രയും ജനങ്ങള് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കടകളുണ്ട്. പിന്നെ കടകളുണ്ട്. പിന്നെ ഒരുപാട് രാത്രിയൊക്കെ ഇപ്പൊ ലൈറ്റ് ഇട്ടപ്പോ ഭയങ്കര രസമുണ്ടായിരുന്നു. ഈ സാധനങ്ങളൊക്കെ വിൽക്കണ കുറെ ആളുകള്, കച്ചവടക്കാര്, ചെറിയ ചെറിയ ഫാസ്റ്റ് ഫുഡൊക്കെ സെറ്റ് ചെയ്യണ ആളുകള്,
നമ്മൾ നോർമലി നമ്മൾ പൂരപ്പറമ്പിലൊക്കെ കാണുന്ന പോലുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവിടുത്തെ ആ ഒരു ആംബിയൻസിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വേറൊരു വൈബാണ്. ഒരു പ്രാവശ്യമെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്താലാണ് കൽപ്പാത്തി എന്താണ് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് അതിനൊരു ഭാഗ്യം കിട്ടി, നിങ്ങൾക്ക് അത് കാണിച്ചു തരാനും പറ്റും. ഇനിയും തുടർന്നിട്ടുള്ള വീഡിയോകൾ ഇതുപോലെ വരുന്നതായിരിക്കും. വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ഈ പേജ് ഫോളോ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, പറ്റുന്ന ഒരു കമന്റ് അടിച്ചോ. ഓക്കെ.